ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്ന് ഞാൻ കാണാൻ ആഗ്രഹിച്ച സ്ഥലത്തോട്ടാട്ടോ പോകുന്നത്. ഇവിടെ വന്നിട്ട് ഇന്ന് 2 മാസമായി ഇവിടെ വന്നിട്ട്, ബട്ട് ഇതുവരെ അത് കാണാൻ പറ്റിയില്ല. ഇന്നാണ് കാണാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ഇവിടെ UAE നാഷണൽ ഡേ ആയതുകൊണ്ട് സ്ട്രീറ്റ് ഫുള്ള് നമ്മുടെ ഫ്ലാഗ്സും കാര്യങ്ങളൊക്കെ വെച്ച് നന്നായിട്ട് ഡെക്കോർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബസ്സൊക്കെ വന്നു കേട്ടോ. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഹാപ്പി എന്ന് വെച്ചാൽ വീക്കെൻഡാണല്ലോ ഇവിടെ 4 ഡേയ്സ് ലീവാണ്. 4 ഡേയ്സ് ഇല്ല, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, 3 ഡേയ്സ്. അങ്ങനെ നമ്മളിതാ മെട്രോയിലേക്ക് എത്തി കേട്ടോ. മെട്രോ സ്റ്റേഷനിലെത്തി. ഇനി നമുക്ക് മെട്രോയിൽ പോവാം. നല്ല തിരക്കും കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. മെട്രോയൊക്കെ നല്ല തിരക്കാണ്, നല്ലപോലെ തിരക്ക്. എനിക്ക് സീറ്റ് പോലും കിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞ സ്ഥലം അതാണ്. ബുർജ് ഖലീഫ കാണാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഇതാ തിരക്ക് നോക്ക്. അങ്ങനെ കുറച്ച് ദുബായ് മാളിൽ നിന്ന് കുറച്ചങ്ങോട്ട് നടക്കാണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പോകുന്നത് സ്ട്രെയിറ്റ് ദുബായ് മാളിലേക്കാണ്. കുറച്ചധികം അങ്ങോട്ട് നടക്കാണ്ട് നല്ല തിരക്കുണ്ട്. പക്ഷേ കൺസിഡറേഷൻ, ഞങ്ങളുടെ ഫാമിലിക്ക് ഭയങ്കര കൺസിഡറേഷനാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം. പിന്നെ ഭയങ്കര റെസ്പെക്റ്റാണ് എല്ലാവർക്കും. അത് തന്നെ ഏറ്റവും വലിയ കാര്യമല്ലേ അല്ലേ? എല്ലാവർക്കും അത് ഭയങ്കര റെസ്പെക്റ്റാണ്. ലേഡീസിനെ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. വേറെ രാജ്യങ്ങളിൽ ഉണ്ടാവാം, ഞാൻ ഇവിടുത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത്. കുറേ അധികം നടക്കാനുണ്ട് കേട്ടോ. നടന്ന് മടുത്ത് ഒരു വകയായി നടന്ന്. എന്നാലും ഇത് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ എത്ര വേണേലും നടക്കുമല്ലോ. പുറത്തോട്ടൊക്കെ നോക്കുമ്പോൾ ഫുൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. കാശിക്കുട്ടനും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ദുബായ് മാളെത്തി. അങ്ങനെ ഇനി അങ്ങോട്ട് കുറേ കാഴ്ചകളുണ്ട് കേട്ടോ. എനിക്ക് കാണാൻ നല്ല രസമാണ്. കാശിക്കുട്ടൻ ഐസ്ക്രീമിൻ്റെ ഒക്കെ സൈഡ് കണ്ടപ്പോൾ ഒന്ന് ചാടി ഇട്ടോ. എന്നാലും മേടിച്ചൊന്നും കൊടുത്തില്ല. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കും. നല്ല ഇത് കണ്ടോ, അത് ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഇത് നമ്മൾ സാധാ TV-യിലും യൂട്യൂബിലൊക്കെ കാണുന്നൊരു സംഭവമല്ല. അപ്പോൾ ഇത് നേരിട്ട് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിട്ടോ. അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് ഓർത്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടുകൊണ്ടിരിക്കാൻ. അങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നാൽ പോരാ, നമുക്ക് ഇനിയും കുറേ നടക്കാനുണ്ട് കേട്ടോ. കുറച്ചൊന്നും നടന്നാൽ പോരാ, കുറച്ചധികം നടക്കാനുണ്ട്. ഒരു 15 മിനിറ്റ് നടക്കാൻ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് രസകരമായ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നടന്നാൽ മടുപ്പൊന്നും അറിയില്ല. പക്ഷേ കാണാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ എത്ര ദൂരം വേണേലും നടക്കുമല്ലോ അല്ലേ? ഇതുണ്ട് ബുർജ് ഖലീഫേൻ്റെ ഒക്കെ ചെറിയ അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഫുഡ് കോർട്ട് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട് കാണാൻ. ദുബായ് മാളിൽ ചെന്നാലാണ് നമ്മൾ ദുബായ് ശരിക്കും എത്തിയൊരു ഫീല് കിട്ടുന്നതെന്ന് എല്ലാവരും പറയാറുണ്ട്. അത് ശരിയാണ് ഗൈസ്. ഇവിടെ എത്തിയാലാണ് നമ്മൾ ദുബായ് എത്തിയെന്നുള്ളൊരു ഫീല് നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മാള് കാണാൻ കേട്ടോ. അത്ര കാണാനുണ്ട്. ശരിക്കും ഒരു ദിവസം പോരാട്ടോ ഇവിടെ വന്ന് കാണാൻ. അത്ര നല്ല രസമാണ് കാണാൻ. പ്രത്യേകിച്ച് നാഷണൽ ഡേയും കൂടെ ആയതുകൊണ്ട് അവർ നന്നായിട്ട് ഡെക്കറൊക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് അതിൻ്റെയും കുറേ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല തിരക്കുണ്ട്. ഒപ്പം തന്നെ നല്ല ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും എൻജോയ് ചെയ്യാനൊക്കെ അടിപൊളിയുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ പല രാജ്യത്തുനിന്നും ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ UAE തന്നെ താമസിക്കുന്നവരും വിസിറ്റേഴ്സും എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാണാൻ ആഗ്രഹിച്ച സ്ഥലത്തെത്തിയിട്ടോ. കണ്ടപ്പോൾ ഉള്ളിലൊരു എന്താ പറയുക, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് കാണുമ്പോൾ തന്നെ ആ ഒരു ഫീൽ അറിയുള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്കിത് കാണണം എന്നുള്ളൊരാഗ്രഹം. അങ്ങനെ എൻ്റെ ആഗ്രഹം സഫലമായി ഗൈസ്. ബുർജ് ഖലീഫ എത്തി. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇനിയാണ് ഇവിടെ കാണേണ്ടത് ഫുൾ ആ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്നുകൂടെ ഒരു എന്താ പറയുക, ദുബായിനെ ഭംഗിയാക്കുന്നത് എപ്പോഴും ആ ലൈറ്റ്സാണ്. അത് കാരണം നല്ല ഭംഗിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ വാട്ടർ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കാശിക്കുട്ടനും ഭയങ്കര ഇഷ്ടമായി. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സ്വപ്നമൊക്കെ പോലെയായിരുന്നു കേട്ടോ തോന്നിയത് ശരിക്കും. നല്ല രസമാണ്. ദുബായൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ബുർജ് ഖലീഫയൊക്കെ വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നല്ല രസമുണ്ട് കേട്ടോ. രാത്രി ശരിക്കും ഇവിടെ നൈറ്റ് വരുന്നതാണ് ഏറ്റവും നല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ വാട്ടർ ഷോ ഒക്കെ തുടങ്ങി. പാരാട്ടോ. ഇനി നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപോകും കുറച്ച് നേരം.
പാട്ടിട്ടാലേ എൻ്റെ ഒരു രസം വരുള്ളൂ. അത് കാരണം കേട്ടോ ഞാൻ ആ സോങ്ങൊക്കെ ഇട്ട് കാണിച്ചു തന്നെ. പിന്നെ അവിടുത്തെ ഫ്ലാഗും എല്ലാം കാണിച്ചു തന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു, ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടോ. പിന്നെ അവിടെ ഞങ്ങളൊരു ഹാഫ് ആൻ അവർ നിന്നുകൊണ്ട് രണ്ടാമത്തെ നമ്മുടെ വാട്ടർ ഷോയും കാര്യങ്ങളും ഒന്നുകൂടെ കണ്ടു കേട്ടോ. നല്ല ഹാഫ് ആൻ അവർ കൂടുമ്പോൾ അവിടെ വാട്ടർ ഷോ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഓരോ സെക്ഷനായിട്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് എത്ര നേരം കണ്ടുകൊണ്ട് നിന്നാലും നമുക്ക് ഒട്ടും മടുപ്പ് തോന്നില്ല, കാരണം അത്രയ്ക്ക് ഭംഗിയാണ്. ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അത് അറിയാട്ടോ ഇവിടുത്തെ ഭംഗിയും കാര്യങ്ങളും. ഇവിടെ സ്പെഷ്യൽ ഡേയ്സിൽ ഒന്നുകൂടെ ഞാൻ പറയാം, സ്പെഷ്യൽ ഡേയ്സിലാണ് ഒന്നുകൂടെ കൂടുതൽ ഭംഗി കേട്ടോ കാണാൻ. അല്ലെങ്കിലും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ്, പക്ഷേ സ്പെഷ്യൽ ഡേയ്സിൽ ആ ഒരു ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. വാട്ടർ ഷോ ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടുണ്ട്. ആ ഒരു വെള്ളത്തിൻ്റെ കുറച്ച് നമ്മുടെ മേത്തൊക്കെ ചാടി നല്ലൊരു തണുപ്പ്. ഇപ്പോൾ ഒരു ക്ലൈമറ്റും ചേഞ്ചാണ്, തണുപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കാരണം തന്നെ ഒട്ടും ചൂടോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബോറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് നിന്ന് കാണുകയും ചെയ്യാം. നല്ല പീസ്ഫുൾ. എത്ര തിരക്കുണ്ടെങ്കിലും അതിങ്ങനെ കൂട്ടിയൊന്നും മുട്ടാണ്ട് ഒന്നും അലമ്പാക്കാണ്ട് നല്ല ഡീസൻസിയിൽ നിന്ന് കാണാം കേട്ടോ, നല്ല അടിപൊളിയായിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ചുറ്റും എല്ലാം കണ്ട് ഇങ്ങനെ നടക്കാം കേട്ടോ മാളിലൂടെ. പിന്നെ കാശിക്കൂട്ടിന് ഉറക്കം വരുന്നതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ വേഗം പോകാമെന്ന് ഓർത്തു. പക്ഷെ എല്ലാം കണ്ടു കേട്ടോ, വേഗം പോകാമെന്ന് ഓർത്താലും എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ കണ്ടു. പിന്നെ ഒരു വാട്ടർഫോൾസ് പോലെ അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തേക്കുന്നതാണ് നല്ല രസം. ഇത് ദുബായ് മാളിൻ്റെ ഉള്ളിലാട്ടോ, നല്ല ഭംഗിയുണ്ട് കാണും. ഒരു വാട്ടർഫോൾസ് പോലെ ഫുള്ള് സെറ്റ് ചെയ്തേക്കുന്നത് നല്ല അടിപൊളിയാണ്. പിന്നെ അതൊക്കെ കണ്ടു. പിന്നെ ഇവിടെ ഡാൻസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇത് കുട്ടികളെ ഭയങ്കരമായിട്ട് കാശിക്കൂട്ടിന് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അങ്ങോട്ട് കയറിയൊന്നുമില്ല, കുറച്ച് ടൈം രാത്രി ആയതുകൊണ്ട് ഞാൻ കയറിയൊന്നുമില്ല. പിന്നെ നമ്മൾ റിട്ടേൺ ചെയ്തു. ഇനിയും നമ്മൾ നടക്കാനുണ്ടല്ലോ മെട്രോയിൽ കയറാൻ. അങ്ങനെ കുറച്ച് നടന്ന് നിങ്ങൾ പിന്നെ ലാഗ് അടിപ്പിക്കണ്ടല്ലോ ഓർത്ത് മെട്രോയിൽ കയറിയതാട്ടോ ഞാൻ കാണിച്ചുള്ളൂ. പിന്നെ കാശിക്കൂട്ടിന് ഉറങ്ങിപ്പോയിട്ടോ, നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. നമ്മൾ യൂണിയനിൽ എത്തി അൽബറാഹയ്ക്ക് ബസ്സിന് പോകണം. അങ്ങനെ യൂണിയൻ ഇറങ്ങി. നല്ല ഈ ഒരു സമയം ഇപ്പോൾ ഒരു 10:45 ഒരു ടൈം ആയിട്ടുണ്ട്, എന്നാലും നല്ല തിരക്കുണ്ട്. ഞാൻ കാണിച്ചു തരാം, കണ്ടോ. വീക്കെൻഡൊക്കെ ശരിക്കും ഇവിടെ ഉണ്ടല്ലോ, എത്ര പൈസ ഉള്ളവനാണേലും പൈസ ഇല്ലാത്തവൻ വീക്കെൻഡൊക്കെ അടിച്ച് പൊളിക്കൂട്ടോ. നല്ല അടിച്ച് പൊളിക്കാൻ പൈസയൊന്നും വേണ്ടല്ലോ, വെറുതെ ഇറങ്ങി അങ്ങ് നടക്കുക, കാണാൻ കുറേ കാഴ്ചകളുണ്ട് ദുബായിൽ. അതുപോലെ നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല രസമാണ്. രാത്രിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യേണ്ടത്. ആ ലൈറ്റ് വരുമ്പോൾ ഉള്ളൊരു ഭംഗിയും കാര്യങ്ങളും ഉണ്ടല്ലോ, അടിപൊളി തന്നെയാണ്. പിന്നെ ഇതാണ് നമ്മുടെ ദുബായ് പോലീസ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എന്തൊക്കെയോ ചെറിയ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ദുബായ് പോലീസ് എന്ന് വെച്ചാൽ ഇവിടെ അതാണ് സംഭവം, ഭയങ്കരമാണ്. പിന്നെ നല്ല ദാഹമുള്ളതുകൊണ്ട് നമ്മുടെ കടയിൽ കയറി ഒരു ലൈമും മേടിച്ച് കാശിക്കൂടെ അപ്പത്തേനും എണീക്കുകയും ചെയ്തു കേട്ടോ. നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ. ബൈ ഫ്രം ഏറസ് വ്ലോഗ്.